കേന്ദ്ര സർക്കാർ ഏജൻസിയായ കേന്ദ്ര ജല കമ്മീഷനാണ് പ്രളയ മുന്നറിയിപ്പ് നൽകാൻ ഉത്തരവാദപ്പെട്ട മറ്റൊരു സ്ഥാപനം. എന്നാൽ ജൂലൈ 23 മുതൽ 29 വരെയുള്ള ഒരു ദിവസം പോലും കേന്ദ്ര ജല കമ്മീഷൻ ഇവിടെ പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. കേരള സർക്കാർ മുൻകൂട്ടി തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ NDRFൻ്റെ സഹായം വേണം എന്ന് തീരുമാനിച്ചു. അപ്പോൾ NDRF നേരത്തെ തന്നെ ഇവിടെ എത്തിയത് കേരള ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ചാണ്. മാത്രമല്ല റെഡ് സോണിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച ഇടങ്ങളിലെല്ലാം മുന്നറിയിപ്പ് നൽകിയ സ്ഥലത്തെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് വലിയ ആഘാതം, അപകടങ്ങൾ കുറക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദുരന്തം നടന്ന ഈ പ്രദേശത്തിൻ്റെ പ്രഭവ കേന്ദ്രം മാറ്റിപ്പാർപ്പിച്ചെടുത്തു നിന്നും ഏതാണ്ട് 6-7 കിലോമീറ്റർ അകലെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ദുരന്തം ഒഴിവാക്കാൻ പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളെ ലോകമെമ്പാടും ഒന്നായി നേരിടുന്നതിനുള്ള പ്രവർത്തനമാണ് ഉണ്ടാവേണ്ടത്. അത് യഥാർത്ഥത്തിൽ അമിത്ഷായുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് കാണാൻ കഴിയും. പ്രകൃതി ദുരന്തം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത്തരം പ്രശ്നങ്ങൾ പരിശോധിക്കാൻ രൂപപ്പെടുന്നതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. പരിഹരിക്കാൻ ആവശ്യമായ നിരവധി തലങ്ങളിലുള്ള ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ നമുക്ക് കൈവരിക്കാൻ കഴിയും. CAGയുടെ ഓഡിറ്റ് ഉൾപ്പെടെയുള്ള പരിശോധന ഈ സംവിധാനത്തിന് ഉണ്ട്. വരവിനും ചെലവിനുമെല്ലാം കൃത്യമായ കണക്കും അറിയാനുള്ള സംവിധാനവും ഇപ്പോൾ തന്നെ ഉള്ളതാണ്. വസ്തുത ഇതായിരിക്കെ സങ്കുചിത ലക്ഷ്യത്തോടെ ഈ മേഖലയിൽ നടത്തുന്ന പ്രചാരവേല, കള്ളപ്രചാരവേല, അത് അവസാനിപ്പിക്കണം എന്നാണ്, അടിയന്തരമായി അവസാനിപ്പിക്കേണ്ടതാണ് എന്നാണ് പറയാൻ.